Hi students, അപ്പോൾ നമ്മളുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരുന്നു. ഇന്നലത്തെ ക്ലാസ് കേട്ടതാണ് നിങ്ങൾ. അപ്പോൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ്. ദാറ്റ് ഇസ് പീപ്പിൾ ഇൻ ദ ഇവൻറ്റ് ഓർ ഇവൻറ്റ് സ്റ്റാഫ്, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ ഓഡിയൻസ്, പാർട്ടിസിപ്പൻസ്, സപ്ലൈസ് ആൻഡ് സ്പോൺസേഴ്സ് സെക്കൻഡ്. ആൻഡ് തേർഡ് ചാപ്റ്റർ ദ പീപ്പിൾ ഓൺ ദ ഇവൻറ്റ്സ് വിൽ ബി ദ സ്പീക്കേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവൻറ്റ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് ഇൻവോൾവ് ആകുന്ന ആൾക്കാരിൽ ഇവൻറ്റ് സ്റ്റാഫ് എന്ന കാറ്റഗറീനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ദ ചാപ്റ്റർ 12, people in the event or even staff. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ സ്റ്റാഫുകൾ എന്തിനാണ് ഒരു ഇവൻറ്റിൽ സ്റ്റാഫിൻ്റെ ആവശ്യം, ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫ് അറ്റ് ഇവൻറ്റ്സ്. ദെൻ ടു ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് ആൻഡ് പ്ലേസിംഗ് ദ പീപ്പിൾ ഓൺ ദ ജോബ്സ് ഇൻ ഇവൻറ്റ് ടീം. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ആൾക്കാർ ഏതെല്ലാം ജോബ്സിന് വേണ്ടി വേണം എന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാട്ട് ഇസ് എ പ്രോസസ് ദാറ്റ് ഇസ് ഡിസ്കസ്. ദെൻ തേർഡ് ടു സ്റ്റഡി ദ വേരിയസ് കൺസിഡറേഷൻ ഇൻവോൾവ് ഇൻ ദ ഇവൻറ്റ് സ്റ്റാഫ് സെലക്ഷൻ. ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓർ വാട്ട് ആർ ദ പോയിൻറ്റ്സ് ടു ബി കൺസിഡർഡ് ബൈ സെലക്ടിങ് ദ സ്റ്റാഫ്സ് ഫോർ എ ഇവൻറ്റ്. സോ ഈ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീപ്പിൾ ഓഫ് ദ ഇവൻറ്റ് ദാറ്റ് ഇസ് ഇവൻറ്റ് സ്റ്റാഫിനെ പറ്റിയിട്ടുള്ള ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്റ്റാഫ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന കൺസെപ്റ്റിൽ മാത്രമേ ഒരു ഇവൻറ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. ആൻഡ് എ സക്സസ്ഫുൾ ഇവൻറ്റ് വിൽ ബി ഓൺലി കംപ്ലീറ്റഡ് ഇഫ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഹു ആർ മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ ദി ഇവൻറ്റ് വർക്ക് പ്രോപ്പർലി. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഫുൾ അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി ആ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ ഇവൻറ്റ് സക്സസ്ഫുൾ ആവുന്നത്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ ഇത്രയും നാളത്തെ നമ്മൾ സബ്ജക്ട്സ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന്. സോ വാട്ട് ഈസ് ദ പ്രോസസ് ഫോർ ദ ഇവൻറ്റ് സ്റ്റാഫ് സെലക്ഷൻ? സോ what is the quality of the human resource recruited for this event that will decide what will be the success of the event. Eventinte success always depend avuna oru major factor aanu avadeyulla human resources. So who are selected, what is the duty given to them, these all are to be recorded or that all are to be noticed by the event managers. enna maathre nammade event oru successful avullu. So it requires or the process of human resource recruitment requires a job description, then specification, recruitment, selection, training, performance appraisal. നമ്മളൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിലേക്ക്, ഒരു മെമ്പറിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അയാളെ സെലക്ട് ചെയ്യണം, അയാൾക്ക് ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നല്ലത്, ഏത് ജോബാണ് അയാൾക്ക് സ്പെസിഫൈഡ് ആവുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കണം. ദിസ് ഓൾ വിൽ കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് HR. ദീസ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ HR. So the first step is assessment of the manpower requirement. നമ്മൾ അസസ് ചെയ്യണം. ഒരു ഇവൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് ടൈപ്പിലുള്ള ആൾക്കാരാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മാനേജ് ചെയ്യണം, നമുക്ക് എക്സ്പീരിയൻസ് പേഴ്സൺ വേണോ അതോ ഫ്രഷേഴ്സ് വേണ്ട ഫീൽഡുള്ളോ, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ human resource selection. That is, if the organizers have event managers experience, then they must analyze the current manpower inventory status to assess how many new recruits are required. ഇപ്പോൾ ഒരു ഇവൻറ്റ് നടത്തുന്നവർക്ക് ഒരുവിധം ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഒരു ഇവൻറ്റിന് ആൾക്കാരെ ആവശ്യം വരുന്നതെന്ന് അറിയുമ്പോൾ, if they are knowing what is the capacity of their event, അല്ലെങ്കിൽ അവരുടെ ഇവൻറ്റ് ടീമിലെ ആവശ്യത്തിനനുസരിച്ച് ആളുകളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും. സോ ദിസ് സ്റ്റെപ്പ് റിക്വയർസ് ദ അസസ്മെൻറ്റ് ഓഫ് ദ മാൻ പവർ നീഡ്സ് ഇൻ ടേംസ് ഓഫ് ബോത്ത് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ചില ഇവൻറ്റിൻ്റെ ഫങ്ഷൻസിനെല്ലാം ആൾക്കാരുടെ എണ്ണമായിരിക്കാം കൂടുതൽ വേണ്ട, എന്നാൽ ചിലതിൽ ക്വാളിറ്റി ആൾക്കാരെ ആയിരിക്കും വേണ്ടത്. എന്ന് വെച്ചാൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാറുണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിലെങ്കിൽ, ഇൻ ദാറ്റ് സെൻസ് എ ക്വാളിഫൈഡ് പേഴ്സൺ ഓർ എ ട്രെയിൻഡ് പേഴ്സൺ ഓർ എൻ ഇലക്ട്രീഷ്യൻ ഈസ് റിക്വയർഡ് അല്ലേ. എന്നാൽ ഒരു കാറ്ററിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനാണ്, അപ്പോൾ സപ്ലയേഴ്സിനെ ആവശ്യമുണ്ട്. സോ ഇൻ ദാറ്റ് സെൻസ് വി വോണ്ട് മോർ ക്വാണ്ടിറ്റി ഓഫ് ദി എംപ്ലോയീസ്, അല്ലെങ്കിൽ കൂടുതൽ മാൻ പവർ ആണ് ആവശ്യം. അവിടെ എക്സ്പീരിയൻസ്ഡോ സ്കില്ലോ ഒന്നുമല്ല നോക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്സ്, ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ റിക്വയർമെൻറ്റ്, അതിനനുസരിച്ച് നമ്മൾ മാൻ പവറിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഈ സ്റ്റെപ്പിൽ
വരുന്നത്. സോ ദ മാൻ പവർ റിക്വയർമെൻറ്റ് വിൽ വേരി. പല സ്റ്റേജിലും പല രീതിയിലായിരിക്കും മാൻ പവർ റിക്വയർമെൻറ്റ് മാറും. പ്ലാനിങ് സ്റ്റേജിൽ വേണ്ടതോ എക്സിക്യൂഷൻ സ്റ്റേജിലോ പോസ്റ്റ് റിവ്യൂവിലോ പല പല ആൾക്കാരും പല പല ക്വാണ്ടിറ്റിയിലും പല പല ക്വാളിറ്റിയിലും ഉള്ള ആൾക്കാരെയായിരിക്കും നമുക്ക് റിക്വയർമെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിൽ എങ്ങനെ ആൾക്കാരെ വേണം, ഓൺ ക്വാളിറ്റി ബേസ്ഡിലാണോ ക്വാണ്ടിറ്റി ബേസ്ഡിലാണോ എന്നെല്ലാം അസസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ക്രിയേറ്റിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ചാർട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻഷിപ്പ്? അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ഓൾ ജോബ്സ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് വർക്കിംഗ് ഓൺ ദോസ് ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എല്ലാ ആൾക്കാരും ആരുടെ കീഴിലാണ്, ആരുടെ റെസ്പോൺസിബിളാണ് എന്നതെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ചാർട്ട് ഫോമിൽ നമ്മളൊരു നെറ്റ്വർക്കിനെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഓർഗനൈസേഷൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടുക, എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എന്നത് മനസ്സിലായി നമുക്കതിനനുസരിച്ച് ആരെയൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു മാനേജറിനെ ആവശ്യമുള്ളൊരു സ്ഥലമാണെങ്കിൽ വി വോണ്ട് ടു റിക്രൂട്ട് സം ഓഫ് ദ മാനേജേഴ്സ് അല്ലേ, അല്ലെ വർക്കേഴ്സിനെ ആവശ്യമുള്ളതാണെങ്കിൽ വി ക്യാൻ റിക്രൂട്ട് സം വർക്കേഴ്സ്. സോ ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷൻ ചാർട്ട് വി വിൽ റിക്രൂട്ട് ദ പേഴ്സൺ. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഫോർമുലേറ്റിംഗ് ഓർ ക്രിയേറ്റിംഗ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർ ചാർട്ട്. സോ ഓർഗനൈസേഷൻ ചാർട്ട് ഏതൊക്കെ സമയത്ത് ഉണ്ടാക്കണം? പല സ്റ്റേജിലും ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ചാർട്ട് ഇൻ ഇവൻറ്റ് പ്ലാനിങ് സ്റ്റേജ്. ഇവൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കണം, അതൊരു ഓർഗനൈസേഷൻ ചാർട്ട്. പിന്നെ ഇവൻറ്റ് എക്സിക്യൂഷൻ്റെ സമയത്ത് ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കണം. അതേപോലെ പോസ്റ്റ് ഇവൻറ്റ് സ്റ്റേജിലും ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കണം അല്ലേ. മൂന്ന് സമയത്തും നമുക്ക് മൂന്ന് രീതിയിലുള്ള മാൻ പവറിനെയാണ് റിക്വയർ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്സ് വി വോണ്ട് ടു പ്രിപ്പയർ 3 types ഓഫ് ചാർട്ട്സ് ഡ്യൂറിങ് ദ പ്ലാനിങ് സ്റ്റേജ്, എക്സിക്യൂഷൻ ഫേസ് ആൻഡ് പോസ്റ്റ് ഇവാലുവേഷൻ ഫേസ്. സോ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം ആയിരിക്കും നോക്കണ്ടേ? The first അല്ലെങ്കിൽ the major characteristics in that planning stage is the chart prepared in the planning stage are broad in nature. എപ്പോഴും ബ്രോഡർ ആയിരിക്കണം പ്ലാനിങ് ചാർട്ടിൽ അല്ലെങ്കിൽ പ്ലാനിങ് ടൈമിലുള്ള ഓർഗനൈസേഷൻ ചാർട്ട്. ദാറ്റ് ഈസ് ദീസ് ചാർട്ട് ഡസൻ ഷോ ദ മിനിറ്റ് ഡീറ്റെയിൽസ്. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നല്ല ബ്രോഡായിട്ടുള്ള കൺസെപ്റ്റിലായിരിക്കും നമ്മൾ ഒരു ഡയറക്ടർ, പിന്നെ ഒരു പെട്രൺ, കോർഡിനേറ്റർ, സെക്രട്ടറി, കോ സെക്രട്ടറി, ഫിനാൻസ് അസിസ്റ്റൻറ്റ്, മാർക്കറ്റിംഗ് ഓഫീസർ, അങ്ങനെ ഒരു ബ്രോഡ് കൺസെപ്റ്റിലാണ് വേണ്ടത്. പിന്നെ ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഇവൻറ്റ് ടീം വിൽ ബി ഡൂയിങ് വാട്ട് വർക്ക്? പ്ലാനിങ് വർക്ക്. എല്ലാവരും ചെയ്യുന്നത് പ്ലാനിങ് വർക്കാണ്. ബിക്കോസ് ദ ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസ് ഓഫ് ദി പ്ലാനിങ്. ഇവൻറ്റ് പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാ വർക്കേഴ്സും അതിൽ പ്ലാനിങ്ങിലായിരിക്കണം ഇൻവോൾവ് ആവേണ്ടത്. ദെൻ ഇൻ ദ ഇവൻറ്റ് ഓർഗനൈസേഷൻ ചാർട്ട് ദ പ്ലാനിങ് ഫംഗ്ഷൻ ഇസ് ബ്രോക്കൺ ഫർദർ ഇൻ ടു സബ് ഏരിയാസ്. പല രീതിയിലുള്ള പ്ലാനിങ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. മാർക്കറ്റിംഗ് പ്ലാനിങ് ഉണ്ടാവും, ഫിനാൻസ് പ്ലാനിങ് ഉണ്ടാവും, എൻ്റർടൈൻമെൻറ്റ് പ്ലാനിങ് ഉണ്ടാവും, കാറ്ററിംഗ് പ്ലാനിങ്, വെന്യൂ പ്ലാനിങ്, ടെക്നിക്കൽ പ്ലാനിങ്, ഡെക്കറേഷൻ പ്ലാനിങ് ആൻഡ് many more. So these are depicted in the form of a diverse communities with appropriate staff, as these people will be depicted in charts. അതാണ് തേർഡ്. നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബട്ട് ബേസ്ഡ് ഓൺ ദ പ്ലാനിങ് ഇറ്റ് സെൽഫ്. ദെൻ ഫോർത്ത് വൺ ഇസ് സം ടീംസ് ആർ ക്രിയേറ്റഡ് ഫോർ പ്ലാനിങ് ദ സ്പെസിഫിക് ഇഷ്യൂസ് ലൈക്ക് ക്രൗഡ് മാനേജ്മെൻറ്റ്, ദെൻ team, safety and security team, evacuation team, emergency procedures team, etc. These teams are cross-functional in nature and does not belong to any specific functional area. ബാക്കി കുറച്ച് ആൾക്കാരെ നമ്മൾ ഈ മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നൊക്കെ എല്ലാം മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു രീതിയിലും ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യണം. അത് സ്പെഷ്യൽ ഫങ്ഷൻസിന് വേണ്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ ഏരിയാസ് മാനേജ് ചെയ്യാനായിരിക്കും. ഒന്നെങ്കിൽ ക്രൗഡ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇവാക്വേഷൻ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എങ്ങനെ ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടീം വേണ്ടി വരും. എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ പ്രൊസീജിയേഴ്സ് എടുക്കണം, ആ പ്രൊസീജിയേഴ്സിനെ നോക്കേണ്ട ഒരു ടീമിന് ഉണ്ടാക്കണം. അങ്ങനെ സ്പെഷ്യൽ ഏരിയാസിൽ അവർ ഒരു കാറ്റഗറിയിലും പെടുന്നതായിരിക്കില്ല. ഫിനാൻസിലോ മാർക്കറ്റിലോ ഒന്നും പെടാതെ വ്യത്യസ്തമായിട്ട് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള പ്ലാനിംഗ് ടീംസും ആവശ്യമുണ്ട്. Then separate stakeholders committees may be created for specific tasks such as external contractors, suppliers, organization officials, etc. or the government officials, etc. അപ്പോൾ സെപ്പറേറ്റ് സ്റ്റേക്ക് കമ്മിറ്റിയും ഈ പ്ലാനിങ് സ്റ്റേജിൽ വേണ്ടതാണ്. അതിലാരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഗവൺമെൻറ്റും ഒക്കെ ഇൻവോൾവ് ആകുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടീം വേണം. ആൻഡ് ഓൾസോ ഇൻ ദി ഇവൻറ്റ് പ്ലാനിങ് സ്റ്റേജ് ദ ഓർഗനൈസേഷൻ ചാർട്ട് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്. പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. അപ്പം ഓർഗനൈസേഷൻ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ വിച്ച്
we want to prepare 3 types of charts during the planning stage, then during execution and during the post evaluation phase. And during planning stage എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അതിനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് ഡയറക്ടർ പിന്നെ ചീഫ് പാട്രൺ. ആ ഓർഗനൈസേഷൻ ചാർട്ട് ഒരു എഡ്യൂക്കേഷൻ സെമിനാർ നടത്താൻ പോകുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഓർഗനൈസേഷൻ ചാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടർ ഉണ്ടാവും, ചീഫ് പാട്രൺ, കോർഡിനേറ്റർ, സെക്രട്ടറി, കോ സെക്രട്ടറി, ഫിനാൻസ് അസിസ്റ്റൻറ്റ്, മാർക്കറ്റിംഗ് ഓഫീസർ, ഡെവലപ്മെൻറ്റ് ഓഫീസർ, ടെക്നിക്കൽ മാനേജർ, ടിക്കറ്റിംഗ് മാനേജർ, ഓഫീസർ മാനേജർ ആൻഡ് ഓർഗനൈസിംഗ് കമ്മിറ്റി. ഇത്രയും വേണ്ടി വരുന്നുണ്ട് ഒരു പ്ലാനിങ് സ്റ്റേജിൽ. ഇനിയുള്ള സെക്കൻഡ് ഏതായിരിക്കും? നമ്മുടെ എക്സിക്യൂഷൻ ഫേസിൽ എന്തെല്ലാം ഓർഗനൈസേഷൻ ചാർട്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻ ചാർട്ട് ഇവൻറ്റിൻ്റെ സമയത്ത് ആ ഇവൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടീമായിരിക്കും ഡ്യൂറിങ് ദാറ്റ്. ഓക്കെ, so here the operation involved in the event keep on increasing and thus the size of the organization chart also expand. ചിലപ്പോൾ ഓപ്പറേഷൻസ് കൂടി വരും, ഇടയ്ക്കിടയ്ക്ക് ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേണം അത് വേണം തോന്നുന്നു, അതിനനുസരിച്ച് നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ട് ചിലപ്പോൾ വലുതാക്കേണ്ടി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ നമ്പർ ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് ഇൻ an event increases than planned, the organizers have to arrange for more venues which will require more staff to manage the venues and catering there. It will result in the enlarged event structures and charts. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ കൂടുതൽ, നമ്മൾ ഉദ്ദേശിച്ച പാർട്ടിസിപ്പൻസിനെക്കാളും കൂടുതൽ പാർട്ടിസിപ്പൻസ് വന്നിരിക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുക? ഓർഗനൈസേഴ്സിനെ പിന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. പണ്ട് അറേഞ്ച് ചെയ്ത രീതികൾ മാറ്റി പ്ലാനിങ്ങിൽ നമ്മളുണ്ടാക്കിയ ഇതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് ചിലപ്പോൾ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. That will be the organization chart during the execution phase. അതേപോലെ മൂന്നാമത്തെ ഫേസാണ് ഡ്യൂറിങ് ദ പോസ്റ്റ് ഇവൻറ്റ് സ്റ്റേജ്. ദാറ്റ് ഈസ് പോസ്റ്റ് ഇവൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇവൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള സക്സസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത വീഴ്ചകളുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റേജിനെ നമ്മൾ പോസ്റ്റ് ഇവൻറ്റ് സ്റ്റേജ് എന്ന് ഒരു ഇവാലുവേഷൻ നടത്തുന്ന ഫേസ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ചാർട്ട് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് generally shortened ആയിരിക്കും. പോസ്റ്റ് ഇവൻറ്റ് ഓർഗനൈസേഷൻ ചാർട്ട് ഡിപ്പിക്ട് ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ഓഫ് ദി ഇവൻറ്റ്. ഈ ഇവൻറ്റ് ആരാ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരാണ് ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നത്, അവരെ മാത്രമേ ഈ ചാർട്ടിൽ ഉണ്ടാവുള്ളൂ. ദി ചാർട്ട് അറ്റ് ദ സ്റ്റേജ് ആർ സ്ക്വീസ്ഡ് because the team is relieved from the event is over. Some people may be left for reporting and miscellaneous issue. അപ്പം അതിൽ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സ്ക്യൂസ്ഡ് ഫോമിലായിരിക്കും എന്ന് പറയാം. ഇവൻറ്റ് കഴിഞ്ഞു, അപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ മാത്രം. അതാണ് ഓർഗനൈസേഷൻ ചാർട്ട് അറ്റ് പോസ്റ്റ് ഇവൻറ്റ് സ്റ്റേജ്. അങ്ങനെ ഓർഗനൈസേഷൻ ആദ്യം നമ്മൾ അസസ് ചെയ്തു എന്തെല്ലാമാണ് നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റ് എന്ന് അസസ് ചെയ്തു. സെക്കൻഡ്, വി വിൽ പ്രിപ്പയർ ഓർ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ചാർട്ട് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അറ്റ് ദ 3 stages. തേർഡ് സ്റ്റെപ്പായിട്ടാണ് അസസ്മെൻറ്റ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനും ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷനും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻ, അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ? ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, പാര തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഇവൻറ്റ് ഓർഗനൈസേഷൻ ഹാവ് ടു പ്രിപ്പയർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഷീറ്റ്. ഇറ്റ് ടെൽസ് ആൻ ഇവൻറ്റ് മെമ്പർ വാട്ട് ഈസ് ഹിസ് ജോബ് അബൌട്ട്. എന്ന് വെച്ചാൽ ഒരു ഇവൻറ്റിൻ്റെ മെമ്പറിൻ്റെ അടുത്ത് അയാളുടെ റോൾ എന്താണ്, അവിടെ അയാളുടെ പൊസിഷൻ എന്താണ്, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സച്ച് ജോബ്. അപ്പോൾ ഒരാളുടെ അല്ല, ആ ജോബിന് എങ്ങനെയാണ് അയാളെ ആവശ്യം. ഇപ്പോൾ ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണെങ്കിൽ എനിക്ക് അതിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, ഈ ഡിഗ്രി അല്ലെങ്കിൽ ഈ PG, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ, നെറ്റ്, അങ്ങനെയുള്ള ഓരോന്നായിരിക്കാം എൻ്റെ ജോബ് സ്പെസിഫിക്കേഷൻ. സോ എന്താണ് ആ ജോബിന് ആവശ്യമുള്ളത് എന്നത്. സോ this sheet will provide information about the job in detail, like the title, designation, nature of the job, authorities attached with the job, responsibility expected, reporting relationship, various terms and conditions, salary, specific dates, etc. അപ്പോൾ എൻ്റെ ജോബിനനുസരിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അത് നമ്മൾ അസസ് ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ, എമർജൻസി പ്രൊസീജിയർ മാനേജർ. നേച്ചർ ഓഫ് ദ ജോബ്, ടെമ്പററി ഫോർ എ സ്പെസിഫിക് ഇവൻറ്റ്. റിപ്പോർട്ട് വിൽ ബി ഗിവൺ ടു ദ ഇവൻറ്റ് ജനറൽ മാനേജർ. അതോറിറ്റി ടേക്കിംഗ് ഡിസിഷൻ വിത്ത് ടീം കോർഡിനേഷൻ ഇൻ കേസ് ഓഫ് എമർജൻസി. അപ്പോൾ മേജർ ടാസ്ക് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇങ്ങനെ നമ്മൾ അസസ്മെൻറ്റ് നടത്തണം. അതേപോലെ ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻസും നമ്മൾ അറിയണം. വാട്ട് ഇസ് ദാറ്റ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബിനെ പറ്റി പറയുമെങ്കിൽ എംപ്ലോയി സ്പെസിഫിക്കേഷൻ ടെൽസ് അബൌട്ട് ദ ലെവൽ ഓഫ് സ്കിൽസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ ടു ബി അപ്പോയിൻറ്റഡ് അറ്റ് എ ജോബ്. ഇനി ആ ജോബിന് വേണ്ടി ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട സ്കിൽസ് എന്താണോ, അതാണ് ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻ. സോ ഇറ്റ് വിൽ the requirements of the job must match with the skills of the employees. ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷനും തമ്മിൽ മാച്ച് ഉണ്ടായിരിക്കണം. എംപ്ലോയി സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ദ സ്കിൽസ്, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർഡ് ടു ഡു a particular job. The individual whose specification match with the requirement of the job must be preferred. അല്ലേ, നമുക്ക് ആ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടോ എങ്കിൽ നമുക്ക് ആ ജോലി കിട്ടും, അല്ലേ? അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്
the third step, assessment of the job description and individual specification. So in the field of event, the individual who have experience in handling events, then experience in planning, catering, customer service and costing will be given priority. അല്ലേ, ഇതൊരു കമ്പാരിസൺ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഫ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതാണ് തേർഡ് സ്റ്റെപ്പായിട്ട് വരുന്ന അസസ്മെൻറ്റ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻ. ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്, ഡെസിഗ്നേഷൻ എന്താണ്, റിപ്പോർട്ട് ചെയ്യേണ്ട ആർക്കാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരോടാണ്, ഡിമാൻഡ് എന്താണ്, സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, വാട്ട് ഇസ് ദ നോളജ് റിക്വയർഡ്, വാട്ട് ഇസ് ദ എക്സ്പീരിയൻസ് റിക്വയർഡ് ആൻഡ് വാട്ട് ഇസ് ദ പ്രിഫറൻസ് എക്സെട്ര. ദിസ് ഇസ് എ തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റാഫിങ് അല്ലെങ്കിൽ സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ, ഈവൻറ്റിൻ്റെ സ്റ്റാഫിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നു? ഫസ്റ്റ്, വി വിൽ അസസ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. സെക്കൻഡ്, വി വിൽ മേക്ക് ദ ഓർഗനൈസേഷൻ ചാർട്ട് ആൻഡ് സ്ട്രക്ചർ. തേർഡ്, വി വിൽ അസസ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻ. ഫോർത്ത് വൺ ഇസ് ലൊക്കേറ്റിംഗ് ദ സ്റ്റാഫ്, ദാറ്റ് ഇസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. നമ്മൾ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ എംപ്ലോയീസിനെ, സ്റ്റാഫിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ വെൻ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ജോബ് ആൻഡ് ദ സ്കിൽ ഓഫ് ദി സ്റ്റാഫ് റിക്വയർഡ് ആർ സ്പെസിഫൈഡ്, ദ ന്യൂ സ്റ്റാഫ് വിൽ ബി ലൊക്കേറ്റഡ് ആൻഡ് പ്രൊസീജിയർ. അതിനെയാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് വേണ്ടതെല്ലാം പോസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കൻസിനെ വിളിക്കുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ പോസിറ്റീവ് പ്രോസസ് ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് മോർ കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ഫോർ എ ജോബ്. കുറേ ആൾക്കാർ നമ്മുടെ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ പ്രോസസ്സിനെ, അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കൻസ് കിട്ടും, കുറേ സോഴ്സ് ഓഫ് ഡേറ്റ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനും ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷനും മാച്ച് ആവുന്നോ എന്ന് നോക്കുന്നു, എന്നിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. സോ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന പല രീതിയിലുള്ള മെത്തേഡ്സാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യും, ടി വിയിലോ ടെലിവിഷനിലോ റേഡിയോയിലോ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഏജൻസി വഴി, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ജോലി കിട്ടാറുണ്ട്, അങ്ങനെയാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിലായിരിക്കും നമ്മുടെ കമ്പനി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾ വന്നാൽ ഈ നോമിനൽ ഫീ കൊടുത്തിട്ടുണ്ടാവും ആ ഏജൻസിക്ക്, അവരതിനു വേണ്ടി നമുക്ക് റിക്രൂട്ട് ചെയ്ത് തരാം. ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ദാറ്റ് ഇസ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെർവ് ആസ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഫോർ റിക്രൂട്ടിംഗ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ്. ഇപ്പോൾ നിങ്ങളുടെ കോളേജിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ടീം വരുക, അല്ലെങ്കിൽ ഒരു ജോബ് ഫെയർ നടക്കുകയാണ്, അങ്ങനെയും നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഡയറക്റ്റായിട്ട് കമ്പനി വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി ആർ സ്പെഷ്യൽ പ്ലേസ്മെൻറ്റ് സെൽസ് വിച്ച് ഹെൽപ്പ് ദ ഫ്രഷ് കാൻഡിഡേറ്റ് ടു ഗെറ്റ് ദ ജോബ്സ് ഇൻ സ്യൂട്ടബിൾ പ്ലേസസ്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാഫിനെ, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അതിലെ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു. റിക്രൂട്ട്മെൻറ്റിലെ തന്നെ 3 രീതികൾ, എങ്ങനെയൊക്കെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ്സ് കൂട്ടുക, അഡ്വർടൈസ്മെൻറ്റ്സോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചോ ഏജൻസി വഴി. അല്ലെങ്കിൽ പിന്നെ അതർ മെത്തേഡ്സും ഉണ്ട്. നമ്മൾ ഈവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുന്നു, പോസ്റ്ററും ബാനേഴ്സും നോട്ടീസ് ബോർഡിലും വോളണ്ടിയർ ഓർഗനൈസേഷൻസിലൂടെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യാം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിലേക്ക്, അല്ലെ പുട്ടിങ് റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് പ്ലേസ് ഇസ് കോൾഡ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്ത ആൾക്കാരെ ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്ത് നമ്മളുടെ പോസ്റ്റിലേക്ക് ഇടുന്നു. സോ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദ റിക്വയർഡ് ജോബ് വിൽ ഫെസിലിറ്റേറ്റ് ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടാസ്ക്. So, the staff selection process passed through various stages like the preliminary interview, application forms, scrutiny, written test, detailed interviews, final selection, approval letter, placement and induction. നമ്മൾ കേട്ടിട്ടുണ്ടാവും സെലക്ഷനിൽ വരുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്യും ആൾക്കാരെ, റിക്രൂട്ട്മെൻറ്റിൽ വിളിച്ചു, എന്നിട്ട് നമ്മൾ അവർക്കൊരു പ്രൈമറി ഇൻ്റർവ്യൂ കൊടുക്കും, പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രീൻ ചെയ്യും, പിന്നെ റിട്ടേൺ ടെസ്റ്റും ഡീറ്റെയിൽ ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞ് നമുക്ക് അപ്രൂവൽ ലെറ്റർ കൊടുത്തിട്ട് പ്ലേസ്മെൻറ്റിലേക്ക് എടുക്കും. പിന്നെ നമ്മൾ അവർ ഇൻഡക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ കോച്ചിങ് കൊടുത്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇതാണ് നമ്മുടെ എത്രാമത്തെ സ്റ്റെപ്പ്? 4th സ്റ്റെപ്പായിട്ട് വരുന്നത് ലൊക്കേറ്റിംഗ് ദ സ്റ്റാഫ്, ദാറ്റ് ഇസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. 5th സ്റ്റെപ്പായിട്ട് വരുന്നതാണ് ക്രിയേറ്റിംഗ് ഷെഡ്യൂൾസ് ആൻഡ് ടൈം ടേബിൾസ്. നമ്മൾ ടൈം ടേബിൾസും ഷെഡ്യൂൾസും പ്രിപ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ആഫ്റ്റർ അപ്പോയിൻറ്റിംഗ് ദ അപ്രോപ്രിയേറ്റ് സ്റ്റാഫ് ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ദ വർക്ക് ഷെഡ്യൂൾസ് ആർ ക്രിയേറ്റഡ് ബൈ ദ ഇവൻറ്റ് ഓർഗനൈസേഴ്സ്. ഇവൻറ്റ് ഓർഗനൈസേഴ്സ് അവരുടെ വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത്, ഏത് ടൈമിൽ ഈ വർക്ക് തീരണം. നമുക്കറിയാം സമയം ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടാസ്ക് എല്ലാം ഇൻ്റർകണക്ട് ചെയ്ത് ആർക്കൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ക്രിയേറ്റിംഗ് ഷെഡ്യൂൾസ് ആൻഡ് ടൈം ടേബിൾസിലായിരിക്കും. ആൻഡ് ദ ടാസ്ക് ആർ അലോട്ടഡ് ഓൺ ഡെയിലി ബേസിസ് ആൻഡ് ദ റിപ്പോർട്ട് ഇസ് ടേക്കൺ ആഫ്റ്റർ ദ ഷെഡ്യൂൾ ടൈം.
എല്ലാ ദിവസക്കണക്കിലായിരിക്കും നമ്മൾ ടാസ്ക് കൊടുക്കുന്നത്. ഈ ദിവസം ഈ വർക്ക് ചെയ്ത് തീർക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് എടുക്കും. ചെയ്ത് തീർന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള punishments or any type of commands will be given. Then otherwise, here the work schedule are created according to the nature of the task and event. നമ്മൾ എന്തൊക്കെ ടൈപ്പ് ടാസ്ക് ആണോ എന്തൊക്കെ ടൈപ്പ് ഇവൻ്റ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ ഷെഡ്യൂൾ ഷുഡ് ബി സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് neither anyone is sitting idle or overworked. ഇപ്പം നമ്മൾ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോൾ പണി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഫുൾ പണിയെടുപ്പിച്ചിട്ട് പണി ചെയ്യാത്തവരെ വെറുതെ ഇടാൻ പാടില്ല. ഒരു സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. എല്ലാവരും ഒരുപോലെ വെറുതെ ഇരിക്കുന്നവരും ഉണ്ടാവരുത്, കൂടുതലായി വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവരുത്. അതർവൈസ് ദ സ്റ്റാഫ് വിൽ ബി ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും തോന്നും ഞാൻ മാത്രം പണിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് മാത്രം വർക്ക് തരുന്നു. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വി ഷുഡ് മേക്ക് നോബഡി സിറ്റ് ഐഡിൽ ഓർ നോബഡി ടു വർക്ക് ഓവർലോഡഡ്. ആൻഡ് if the proper scheduling is not done, they will get frustrated. And each task must be allotted sufficient time with deadlines. എല്ലാ ടാസ്കിനും അതിൻ്റേതായ സമയങ്ങൾ കൊടുക്കണം. ചില ടാസ്ക് പെട്ടെന്ന് ചെയ്യാൻ തരുന്നതാണെങ്കിൽ അത്രയും വർക്ക് ടൈം കൊടുത്താൽ മതി. എന്നാൽ വലിയ ടാസ്ക് ആണെങ്കിൽ അതിനനുസരിച്ച് ടൈം കൊടുക്കണം. പിന്നെ ഡെഡ് ലൈൻസും വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾസും ടൈം ടേബിൾസും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ട്രെയിനിങ്. ദാറ്റ് ഈസ് ട്രെയിനിങ് ഫെസിലിറ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ സ്കിൽ. ഇപ്പോൾ ഒരാൾക്കൊരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് ഇല്ല. സോ ഇഫ് യു ആർ ഇമ്പാർട്ടിങ് ദാറ്റ് നോളജ് ടു ദാറ്റ് പേഴ്സൺ, ടെക്നിക്കൽ ഓർ എനി അതർ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന പ്രോസസ്സിലൂടെ പറയുന്നത്. സോ ഉള്ള നോളജിനെ അല്ലെ ഇല്ലാത്തൊരു സ്കില്ലിനെ നമ്മൾ ഒരു എംപ്ലോയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടു മാച്ച് ദ എംപ്ലോയി സ്പെസിഫിക്കേഷൻ വിത്ത് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ക്വാളിറ്റീസാണ്. ഇപ്പോൾ നമ്മൾക്കുള്ള കിട്ടിയ ആൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ വാട്ട് വി വിൽ ഡു, വി വിൽ ട്രൈ ടു ഇൻഡ്യൂസ് ദാറ്റ് ക്വാളിഫിക്കേഷൻ ഓർ ദാറ്റ് സ്കിൽ ഇൻ ടു ദാറ്റ് പേഴ്സൺ. അതിനെ തന്നെയാണ് ട്രെയിനിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ വിച്ച് ദ ഇവൻ സ്റ്റാഫ് മസ്റ്റ് ബി ട്രെയിൻ ഇൻ ഫോളോയിങ് ആസ്പെക്ട്സ്. നമ്മൾ പല ആസ്പെക്ട്സുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ പർപ്പസ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, then what is the structure, organization structure എന്താണെന്ന് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. because they are new, they don't know how this organization works, so we want to give them what is organization structure. then the best output, എങ്ങനെ വർക്ക് ചെയ്താൽ ഏത് രീതിയിലായിരിക്കണം അവരുടെ ട്രെയിനിങ് കൊടുക്കേണ്ടത്, അവർ കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന രീതിയിലായിരിക്കണം. അതേപോലെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് പ്രോപ്പർ ആയിരിക്കണം. ഏത് ആൾക്കാരെ ഏത് സമയത്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആരിലേക്കാണ് എത്തിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ നമ്മൾ ട്രെയിനിങ്ങിൽ നമ്മുടെ പുതിയ സ്റ്റാഫിന് കൊടുത്തിരിക്കണം. അതേപോലെ ഫസ്റ്റ് ഈവൻ വെന്യൂ എവിടെയാണ്, കസ്റ്റമർ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, സ്പെസിഫിക് ജോബിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കേണ്ട കാര്യമാണ്. സോ ദീസ് എന്തൊക്കെയാണ് സ്പെസിഫിക് ജോബ് ഇൻഫർമേഷൻ എന്നുള്ളത് താഴെയുണ്ട്. അതെല്ലാം എന്തൊക്കെ യൂണിഫോമാണ്, എമർജൻസിയുടെ പ്രൊസീജിയർ എന്താണ്, ഇൻസിഡൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ദെൻ ബ്രേക്സ് ആൻഡ് മീൽസ് രീതികൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ സ്പെസിഫിക് ജോബ് ഇൻഫർമേഷനിൽ കൊടുക്കേണ്ടത്. ആൻഡ് ദിസ് ഇസ് ദ fifth step. First, assessment of the manpower requirement. Second, we want to create the organization structure. Third, assessment of the job description and individual specification. Fourth step is locating the staff, that is recruitment and selection. Then fifth one is creating the schedules and timetables. And sixth is training. ട്രെയിനിങ്ങും കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? വി ഷുഡ് ക്ലാരിഫൈ ദ റോൾസ് ആൻഡ് ഇഷ്യൂയിങ് ഗൈഡ് ലൈൻസ്. നമ്മൾ അവരുടെ റോൾസ് എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും പല പല റോൾസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സ്വന്തം റോൾസ് എന്നത് നമ്മൾ ട്രെയിനിങ് സെഷനിലൂടെ അല്ലെങ്കിൽ ബ്രീഫിംഗ് കൊടുക്കും. ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് തൻ്റെ ഡ്യൂട്ടി എന്നത് അവർക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. സോ ദ ഓൾ ഇൻഫർമേഷൻ മേ ബി ബ്രീഫ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബിക്കോസ് ദേ മേ ബി ക്രൂഷ്യൽ നേച്ചർ സച്ച് ആസ് ഇൻസിഡൻറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് എമർജൻസി ഹാൻഡ്ലിംഗ്. ഇൻസിഡൻറ്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക, എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേജിനെ തന്നെയാണ് നമ്മൾ ഇഷ്യൂയിങ് ഓർ ക്ലാരിഫയിങ് റോൾസ് എന്ന് പറയുന്നത് ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നു. So this is the seventh step. And the eighth step is considering the legal aspects. എന്തെല്ലാം ലീഗൽ ആസ്പെക്ട്സ് ഒരു ഇവൻറ്റ് മാനേജേഴ്സ് നോക്കണം, അല്ലെങ്കിൽ ഇവൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നോക്കണം. അതാണ് ഇതിൽ വരുന്നത്. അതിലെന്തൊക്കെയായിരിക്കും? ഫയലിംഗ് ഓഫ് ടാക്സ് ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ്. ഇൻകം ടാക്സ് ആക്ടിനനുസരിച്ച് പല രീതിയിലുള്ള എങ്ങനെയാണ് നമ്മൾ പേറോൾ റിഡക്ഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മെഡിക്കെയർ ആൻഡ് ESI സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് എന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സോ ദ സർവീസ് ഓഫ് ദ പ്രൊഫഷൻ സച്ച് ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് മേ ബി ടേക്കൺ ടു അവോയ്ഡ് സച്ച്
കോംപ്ലിക്കേഷൻസ്. ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവൻറ്റ് മാനേജേഴ്സിന് അവർ ചെയ്യുന്നതിന് പകരം മിക്കവാറും ഒരു CA ആയിരിക്കും നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ ഇവൻറ്റിലെ എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കണം, കൺസിഡറിങ് ദ ലീഗൽ ആസ്പെക്ട്സ്. അതേപോലെ റൂൾസ് റിഗാർഡിങ് ദ ഒക്കുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഓരോ ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. OSAH അനുസരിച്ച് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. നമ്മൾ ഒരാളെ ഓവറായിട്ട് വർക്ക് ചെയ്ത് അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. അപ്പോൾ ഈ സേഫ്റ്റി എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോയെന്നും നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തെല്ലാം നോക്കേണ്ടത്, നമ്മുടെ ഹെൽത്തും വെൽത്തും അല്ലെങ്കിൽ സേഫ്റ്റി നോക്കുന്നുണ്ടോ എംപ്ലോയി. അതുപോലെ എംപ്ലോയീസ് ഹസാർഡഡ് പ്രോസസ്സ് ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് അല്ലേ, ഡേഞ്ചറസ് ഓപ്പറേഷൻസിനൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, സേഫ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആണോ, റിസ്കി എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മുടെ ലീഗൽ ആസ്പെക്ട്സിൽ വരുന്നത്. ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് വരുമ്പോൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പോളിസി, ഹസാർഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതെല്ലാം ചെയ്യുന്നതും ഒരു സ്റ്റെപ്പാണ് ഡ്യൂറിങ് ദ ഇവൻറ്റ് സെലക്ഷൻ. ദെൻ 9th സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് അതർ സ്റ്റാഫിംഗ് പോളിസി. വേറെ സ്റ്റാഫിംഗ് പോളിസീസ് ഉണ്ട്, ലൈക്ക് ദ ഹെൽത്ത് വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ് എല്ലാം. അതെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും. ഇപ്പം വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് പാടില്ല, വിമനെ സെക്ഷൽ ഹറാസ്മെൻറ്റ് പാടില്ല, പുവർ പെർഫോമൻസ് ആൻഡ് വയലേഷൻ ഓഫ് സേഫ്റ്റി പ്രൊവിഷൻസ് അതുണ്ടാവരുത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പാണ് ദ ക്രിയേറ്റിംഗ് അത് സ്റ്റാഫിംഗ് പോളിസി. പിന്നെ ഒരു ഓർഗനൈസേഷനിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല, യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇസ് പ്രോഹിബിറ്റഡ്, ബി പൊലൈറ്റ് വിത്ത് ഈവൻറ്റ് ടീം ആൻഡ് സ്പെക്ടേറ്റേഴ്സ്. ദെൻ റിപ്പോർട്ട് ഇൻ കേസ് ഓഫ് ഇൻസിഡൻറ്റ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഒരാളുടെ ലൈഫ് എൻഡേഞ്ചർ ചെയ്യാതിരിക്കുക. ഡോണ്ട് സ്പോയിൽ ഇൻ എക്യുപ്മെൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി, ഡോണ്ട് വേസ്റ്റ് ദ ഫുഡ് ആൻഡ് അതർ തിങ്സ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാം സ്റ്റാഫിംഗ് പോളിസീസിനുള്ളിൽ വരുന്നതാണ്. സ്റ്റാഫാണ് ഇതിനെല്ലാം കാരണമാണ്. അപ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അനദർ സ്റ്റെപ്പാണ്. ആൻഡ് ദി 10th സ്റ്റെപ്പ് ഇസ് അപ്രൈസൽ ആൻഡ് റെക്കഗ്നിഷൻ പോളിസി. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, നല്ല റിസൾട്ടാണ് തരുന്നതെങ്കിൽ വി ഷുഡ് മോട്ടിവേറ്റ് ദം. എങ്ങനെയാണ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക? വി വിൽ പ്രൊവൈഡ് ദം സം കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ ഓർ അപ്രൈസൽ. നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കുറച്ച് സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ദേ ഗെറ്റ് മോട്ടിവേറ്റഡ്. സോ ദേ വിൽ ഓൾവേസ് കമ്പയർ ദ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ സ്റ്റാൻഡേർഡിനനുസരിച്ച് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നതിനെയാണ് നമ്മൾ അപ്രൈസൽ എന്ന് പറയുക. അപ്പോൾ ഇത് അപ്രൈസൽ ചെയ്യുന്ന രണ്ട് രീതി നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് കൊടുക്കുക, എന്ന് വെച്ചാൽ തൊട്ടറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് കൊടുക്കാം, മോണിറ്ററി ആയിട്ട് നോൺ മോണിറ്ററി ആയിട്ട് കൊടുക്കുന്ന പോലെ. അപ്പോൾ ടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേജ് കൂട്ടിക്കൊടുത്തു, വേജ് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോഫി കൊടുക്കുക, സ്പെഷ്യൽ ബാഡ്ജ് കൊടുക്കുന്നു, ട്രാവൽ ടിക്കറ്റ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ വെക്കേഷൻസ്, ദെൻ സിക്ക് ലീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, or giving party to the staff after getting some successful events, giving appreciation certificates. ഇതൊക്കെയാണ് നമ്മൾ ടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇതേപോലെ ചിലപ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്രൈസ് ചെയ്യാൻ ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം നമ്മുടെ സ്റ്റാഫിന്. ഒന്നെങ്കിൽ അവർക്ക് ജോബ് റൊട്ടേഷൻ കൊടുക്കുക, എപ്പോഴും സ്ഥിരമായിട്ടൊരു ജോലി ചെയ്യാതെ മാറ്റം വരുത്തിയിട്ട് വേറൊരു ജോബും കൂടെ കൊടുത്ത് ജോബ് റൊട്ടേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ജോബ് എൻറിച്ച്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടിരിക്കുന്ന ആൾ അസോസിയേറ്റ് മാനേജർ ഓർ ദ മാനേജർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ എൻലാർജ്മെൻറ്റ് ഓർ എൻറിച്ച്മെൻറ്റ് കൊടുക്കുക, റെക്കഗ്നിഷൻ കൊടുക്കാം, ഗിവിങ് റെക്കഗ്നിഷൻ ഡ്യൂറിങ് ദ മീറ്റിംഗ്സിൽ ഒന്ന് സന്തോഷിപ്പിക്കാം. ഓർ ഗിവിങ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് എ ന്യൂ സ്റ്റാർ ഓർ അത്ലറ്റ് ഓർ ആക്ടർ ഓർ മ്യൂസീഷ്യൻ ഇൻവൈറ്റഡ് ഇൻ എൻ ഇവൻറ്റിൽ സ്പെഷ്യലായിട്ട് വന്നവരെ ഒന്ന് സ്പെഷ്യൽ, ഇത് ഞങ്ങളുടെ എംപ്ലോയി ആണ്, ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അതൊന്നും ടാഞ്ചിബിൾ അല്ല, ഒരു ട്രോഫി എന്ന രീതിയിലൊന്നുമല്ല, പക്ഷേ ഒരു മെൻ്റൽ ഒരു സന്തോഷമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ്. എനിക്ക് വേർബൽ റെക്കഗ്നിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ പറയാം, ഒന്ന് തോളത്ത് തട്ടിയിട്ടാണ് നീ ചെയ്തത് നല്ല എന്നൊക്കെ പറയുന്നു, വേർഡ്സ് ഓഫ് പ്രൈസ്. ഗിവിങ് ചാൻസ് ടു വർക്ക് വിത്ത് ഓവർസീസ് റെക്കഗ്നൈസ്ഡ് പീപ്പിൾ. പുറത്ത് രാജ്യത്തോട്ടൊക്കെ നമ്മൾ അവരെ സെൻഡ് ചെയ്യുക, എന്നിട്ട് ഓവർസീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായിട്ടൊക്കെ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുക. റെക്കഗ്നിഷൻ, മീഡിയയിൽ പരസ്യം പോലെ അവരെ റെക്കഗ്നിഷൻ കൊടുക്കുക, ഇയാളെ ഇങ്ങനെ ആക്കി എന്ന രീതിയിൽ, ഒരു മാനേജറായിട്ട് പുതിയ മാനേജറായിട്ട് റിക്രൂട്ട് ചെയ്തു എന്ന് നമ്മൾ മീഡിയയിലൂടെ റെക്കഗ്നിഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഗിവിങ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, കുറച്ചുകൂടി ഹയർ ലെവലുള്ള. ഇതെല്ലാം ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മെമ്പറിന് കൊടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം അപ്രൈസൽ ആൻഡ് റെക്കഗ്നിഷൻ പോളിസിയിൽ വരും. ആൻഡ് ദ 9th വൺ ഇസ് മാനേജിങ് ദ വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മൊത്തത്തിലൊരു ഹാൻഡിൽ ചെയ്യുന്ന ആ ഇവൻറ്റ് എല്ലാം പ്രോപ്പറായിട്ടാണ്, എവിടെയെങ്കിലും ഒരു ക്ലാഷ് നടക്കുന്നതെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുന്ന ആൾക്കാരെ വോളണ്ടിയേഴ്സ് എന്ന് പറയാം. സോ ദേ play an important role or crucial in the events when the events are handled by them.
The volunteers are expected to put their efforts as paid workers in the event. അവർ പെയ്ഡ് വർക്കേഴ്സാണ് ഒരു ഇവൻറ്റിൻ്റെ അല്ലേ, പുറത്തുനിന്നുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ളൊരു ലോയൽറ്റി, ഡെഡിക്കേഷൻ, എന്തൂസിയാസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വോണ്ട് ടു മാനേജ് ദം. സോ വാട്ട് വി വിൽ ഡു ഫോർ ദം, ദ വോളണ്ടിയേഴ്സ് ഷുഡ് നോ അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസ് ഓഫ് ദ ഇവൻറ്റ്. അപ്പോൾ വോളണ്ടിയേഴ്സിന് നമ്മൾ ഇവൻറ്റ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് വേണ്ട എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ദേ മസ്റ്റ് ബി ഗിവൺ ദ അസൈൻമെൻറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അക്കോർഡിംഗ് ടു ദ ഇൻട്രസ്റ്റ്. അവർക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള അസൈൻമെൻറ്റ്സ് കൊടുക്കാം. അതുപോലെ അവരെ കോവർക്കേഴ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അവരുടെ സജഷൻസിനെയൊക്കെ കാര്യമായിട്ട് ഒരു സീരിയസ് മാറ്ററായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ദർ നെയിംസ് അനൗൺസ് ചെയ്യുക. ഈവൻറ്റിൻ്റെ അവസാനം ഇതിനെല്ലാം സഹായിച്ച ഇവർക്കെല്ലാം നന്ദി, ടെക്നീഷ്യൻസ്, അത് ഇത് വോളണ്ടിയേഴ്സിനെല്ലാം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ ഷുഡ് ബി അലോക്കേറ്റഡ് ദ അപ്രോപ്രിയേറ്റ് എക്യുപ്മെൻറ്റ് ടു ഡു ദ ടാസ്ക്. അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക വോളണ്ടിയേഴ്സിന്. ഇപ്പം പോലീസ് വോളണ്ടിയേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ലാത്തി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ല ഈവൻറ്റിന്. അപ്പോൾ അതുപോലെ നമ്മൾ ഈവൻറ്റ് നടത്തുമ്പോൾ നോർമൽ സ്റ്റാഫിന് അതേപോലെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഗിവിങ് ദ ഇറ്റ് മസ്റ്റ് ബി ഗൈഡഡ് ബൈ ദ ഈവൻറ്റ് ഓർഗനൈസേഴ്സ് അറ്റ് റെഗുലർ ബേസിസ്. വേണ്ട സമയത്തൊക്കെ റെഗുലർ ബേസിസ് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിന് ഒന്ന് അപ്രോപ്രിയേറ്റ് റെക്കഗ്നിഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വോളണ്ടിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വോളണ്ടിയേഴ്സ് എന്തൊക്കെ റോൾ ചെയ്യും എന്നുള്ളതായി ഇവിടെ ഒരു സ്പോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. റോൾസ് പെർഫോം ബൈ ദ വോളണ്ടിയേഴ്സ്: റിസർച്ച് കോർഡിനേറ്റർ ആവാം, ഇൻഫർമേഷൻ ഓഫീസർ ആവാം, കസ്റ്റമർ റിലേഷൻ ഓഫീസർ, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫീസർ, ട്രാഫിക് ആൻഡ് പാർക്കിംഗ് കൺട്രോൾ, ലോജിസ്റ്റിക് കോർഡിനേറ്റർ, പബ്ലിക് റിലേഷൻ അസിസ്റ്റൻറ്റ്, മീഡിയ കോർഡിനേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, റെഫറൻസ്, ഉഷർ, ടൈം കീപ്പർ, റിസർച്ച് കോർഡിനേറ്റർ, എക്സെട്ര. ഇതെല്ലാം ഒരു വോളണ്ടിയറിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അവർ അങ്ങനെയുള്ള വോളണ്ടിയേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യും? ഇതൊക്കെയാണ് ദ മേജർ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ ഇവൻറ്റ് അല്ലേ. ഇവൻറ്റ് ടീമിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ടോട്ടലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇവൻറ്റ് സ്റ്റാഫ് സെലക്ഷൻ, എങ്ങനെയാണ് നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ ചെയ്യുക, അതിനുള്ള സ്റ്റെപ്സ് പറഞ്ഞു. മാൻ പവർ റിക്വയർമെൻറ്റും ചാർട്ടും അപ് ടു എന്തുവരെ നമ്മൾ ലാസ്റ്റ് ഒരു മാനേജിങ് ദ വോളണ്ടിയേഴ്സ് വരെയുള്ള പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിലുള്ളത് എന്താ? ദ പീപ്പിൾ ഇൻ ദ ഇവൻറ്റ് സ്റ്റാഫ് എന്തിനു വന്നു, അല്ലെങ്കിൽ വാട്ട് ഇസ് ദർ ഇമ്പോർട്ടൻസ്, ഹൗ വി വിൽ പ്ലേസ് ദം, ആൻഡ് വാട്ട് ആർ ദ കൺസിഡറേഷൻ ഇൻവോൾവ് ഇൻ ഇവൻറ്റ് പ്ലാനിങ് സെലക്ഷൻ. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ ക്യാൻ ഗീവ് ദ ക്ലാരിഫിക്കേഷൻ ഇൻ ദ ക്ലാസ്. നമ്മളിനി വരുമല്ലോ, കോളേജിലേക്ക് വരുമ്പോൾ ഉള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾ തീർത്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.